കോൺഗ്രസ് ഉജ്ജ്വലം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ വേറെക്കുറെ അതിനടുത്തെത്തി വിജയം നേടിയ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞുപോയത്. കോൺഗ്രസിൻ്റെ വിജയത്തിന് കൂടുതൽ തിളക്കം കിട്ടുന്നത് സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയുള്ള ഒഴികെ മറ്റെല്ലാ കോർപ്പറേഷനാണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും എല്ലാം കോൺഗ്രസിൻ്റെ പ്രകടനം പലപ്പോഴും ബിലോ ആവറേജ് അല്ലെങ്കിൽ ശരാശരിയിലും താഴെയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം കോൺഗ്രസിന് എല്ലാ രംഗത്ത് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റി. എല്ലാ ജില്ലകളിലും നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റി. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ 7 ഒപ്പത്തിനൊപ്പം എത്തി. പക്ഷേ കോൺഗ്രസിന് വിജയിച്ച ജില്ലാ പഞ്ചായത്തുകളിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2, 3, 4, 5 അങ്ങനെ പല തരത്തിലുള്ള ഭൂരിപക്ഷമുണ്ട്. ഇടതുപക്ഷം വിജയിച്ച ജില്ലാ പഞ്ചായത്തുകളിലെ ഭൂരിപക്ഷം പലതിലും 2-ൽ താഴെ അല്ല 5-ൽ താഴെയാണ്. അപ്പോൾ മറിച്ച് അവിടെയും വേണമെങ്കിൽ കോൺഗ്രസിന് വിജയം അവകാശപ്പെടാം. ഇനി ആലോചിക്കുമ്പോൾ ഇതിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ചൊരു ജില്ലയുണ്ട്. അത് മറ്റൊന്നുമല്ല, മധ്യതിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജില്ലയെന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെ പുന്നപ്പുറ വയലാറിൻ്റെ ജില്ല എന്ന് പറയാവുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്ന് പറയാവുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ഏറെക്കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ സ്വാധീനം നിലനിർത്താൻ പറ്റി. അതെന്തുകൊണ്ട് അങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ നേതൃബാഹുല്യമാണോ പ്രധാന പ്രശ്നം? അത് തന്നെയാണ് ചോദിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ജില്ല എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജില്ലയാണ് ആലപ്പുഴ. ഹൈക്കമാൻഡ് ജില്ല എന്ന് ഞാൻ പറഞ്ഞത് ആലപ്പുഴയിൽ നിന്നും മാത്രം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പല ഘട്ടങ്ങളിലായിട്ടാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഹൈക്കമാൻഡ് മെമ്പേഴ്സിൻ്റെ ജന്മം കൊടുത്ത ജില്ലയാണ്. അവർ സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ MLA MP-മാരുമായ ജില്ലയാണ്. വയലാർ രവി, AK ആന്റണി, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഇങ്ങനെ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള തലയെടുപ്പുള്ള ഹൈക്കമാൻഡ് നേതാക്കന്മാർ, ഹൈക്കമാൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആലപ്പുഴ ജില്ലയിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ നാടുകളിൽ, അവരുടെയൊക്കെ താവളങ്ങളിൽ പോലും, അവരുടെയൊക്കെ പ്രവർത്തന മേഖലകളിൽ പോലും, അവർ രാഷ്ട്രീയ രംഗത്ത് പിച്ചവെച്ച് നടന്ന സ്ഥലങ്ങളിൽ പോലും അവിടെ കോൺഗ്രസിന് മറ്റ് സ്ഥലങ്ങളിലെ പോലെ അല്ലെ കൊല്ലത്തെ പോലെയെങ്കിലും മുന്നേറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ കാര്യമായ എന്തോ തകരാറുണ്ട്. ടീം UDF എന്ന് പറയുമ്പോൾ അതിലെവിടെയൊക്കെ വീഴ്ചകളും. ഇപ്പം രമേശ് ചെന്നിത്തല, ഇപ്പം നമ്മൾ മനോരമയുടെ പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുണ്ട്. അതനുസരിച്ച് ജയിക്കാവുന്ന സീറ്റുകൾ ഇപ്പോൾ ഒരു ഇലക്ഷൻ, ഈ വോട്ടിംഗ് പാറ്റേൺ അസംബ്ലി ഇലക്ഷൻ പിന്തുടർന്നിരുന്നെങ്കിൽ ജയിക്കാമായിരുന്ന സീറ്റുകളെക്കുറിച്ചുള്ള ഏകദേശ വിവരം വന്നിട്ടുണ്ട്. അതിൽ ആലപ്പുഴയിൽ നിന്ന് 2 സീറ്റേ ഉള്ളൂ കോൺഗ്രസിന് ജയിക്കാൻ പറ്റുന്ന. ഒന്ന് അരൂരും, ഒന്ന് ഹരിപ്പാട്. അരൂര് 300-ൽ താഴെയും ഹരിപ്പാട് 5000-ൽ താഴെയും ഭൂരിപക്ഷം മാത്രമാണ് ഈ കണക്ക് വെച്ച് കോൺഗ്രസിന് കിട്ടാൻ സാധ്യത. അപ്പോൾ വേണമെങ്കിൽ അരൂര് തോക്കാം, കിട്ടാൻ സാധ്യതയില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ആലപ്പുഴയിൽ ഇങ്ങനെ വന്നത് എൻ്റെ നോട്ടത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ആലപ്പുഴയെ അവഗണിക്കപ്പെട്ട ജില്ല എന്ന് വിളിക്കും. കാരണം അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത, സ്ഥിരതയില്ലാത്ത നേതൃത്വ ഗുണങ്ങളായിരുന്നു ആലപ്പുഴ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഷുക്കൂർ ആലപ്പുഴ MLA ആയിരിക്കുന്നു. A ഷുക്കൂർ DCC പ്രസിഡൻ്റായിരുന്നു. ആ സ്ഥലത്തേക്ക് നമ്മുടെ തോമസ് ഐസക്ക് മത്സരിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോഴേ ഈ മനുഷ്യൻ അവിടെ നിന്ന് മുങ്ങിയെന്ന് പറയുന്നതായിരിക്കും. പച്ചയ്ക്ക് പറഞ്ഞാൽ മുങ്ങി തോൽക്കും എന്നുള്ള പേടി കൊണ്ടല്ലേ തോമസ് ഐസക്കിനെ ഭയപ്പെട്ട് മുങ്ങുകയും അരൂരേക്ക് പോയി മത്സരിക്കുകയും ചെയ്തു. ഫലം തോമസ് ഐസക്ക് ആലപ്പുഴയിൽ നിന്നും സാമാന്യം നല്ല ഭൂരിപക്ഷത്തിനങ്ങ് ജയിക്കുകയാണ് ചെയ്തത്. ഇത് അതുപോലെ അദ്ദേഹം അരൂര് ജയസാധ്യത തേടിപ്പോയ അവിടെയും തോറ്റു, അരൂരും തോറ്റു. പിന്നെ ബൈ ഇലക്ഷനിൽ ഷാനി മോൾ ഉസ്മാൻ അവിടെ ജയിച്ചു വരാൻ പറ്റി. അത് മറ്റു പല കാരണങ്ങൾ പിന്നീട് ആവർത്തിക്കാനും പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ആലപ്പുഴ ജില്ലയെ സംഘടനാപരമായി ഏറ്റവും ശക്തമായിരുന്ന ആലപ്പുഴ ജില്ലയെ പൂർണ്ണമായിട്ട് സുഗതനും തച്ചടി പ്രഭാകരൻ അങ്ങനെയുള്ള പ്രമുഖരായ നേതാക്കന്മാരുണ്ടായിരുന്ന ആലപ്പുഴ ജില്ലയെ കോൺഗ്രസ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ മാന്ദ്യം കൊണ്ട് അല്ലെങ്കിൽ വൈകല്യങ്ങൾ കൊണ്ട് ഒന്നുമല്ലാതാക്കിയ ഒരു ജില്ലയാണ് ആലപ്പുഴ. ആ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താത്തോളം കാലം ഇന്നും ഇടതുപക്ഷ മുന്നണിക്ക് പ്രതീക്ഷയോടെ നോക്കിക്കാണാവുന്ന ഒരു മേഖലയാണ് ആലപ്പുഴ. ഇനി ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം കൂടി ഓർത്തു. ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. തോമസ് ഐസക്കിന് എതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്, G സുധാകരൻ്റെ ഇതുണ്ട്, ആരിഫിൻ്റെ അഭിപ്രായങ്ങളുണ്ട്, സജി ചെറിയാൻ്റെ ഇടപെടലുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ കേന്ദ്രമായിരുന്നു ആലപ്പുഴ. എന്നിട്ടും അതൊന്നും മുതലാക്കാൻ സാധിക്കാതെ കോൺഗ്രസ് അവിടെ പൊളിയുകയാണ്. അല്ലെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഹൈക്കമാൻഡ് സ്ട്രക്ചർ, ഹൈക്കമാൻഡിൻ്റെ വാലറ്റങ്ങൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരോട് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോയില്ല എന്ന് വേണം പറയും. ഞങ്ങൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങളുണ്ടോ എന്ന് പറയും. കോഴിക്കോടിനെ കുറിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല, ഞാനവിടെ മൊത്തത്തിലുള്ള നോട്ടം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അങ്ങോട്ട് അങ്ങനെ പ്രവർത്തിക്കാൻ പോയില്ല, അങ്ങനെ പച്ചയ്ക്ക് പറയുകയാണ്. ഇവർക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മനസ്സ്, ജയിക്കാൻ സാധ്യത എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് തങ്ങളുടേതാവും, അവിടുത്തെ വിജയം അവകാശപ്പെടാൻ വരും, ഇത് കഴിഞ്ഞാൽ ലഡ്ഡു വിതരണം ചെയ്യാൻ വരും, എല്ലാം വരും. പക്ഷേ തൊട്ടടുത്ത കൊല്ലത്ത് എന്ത് സംഭവിച്ചെന്ന് ആലോചിക്കണം. എറണാകുളം കോൺഗ്രസിൻ്റെ ജില്ലയാണ്. അത് സാമാന്യഗതിയിൽ തീരെ കുഴപ്പമാക്കുന്നില്ല, കോൺഗ്രസ് തന്നെ ജയിക്കോടെ. മറിച്ച് ഇവിടെയോ ആലപ്പുഴ പോലെ തന്നെ മറ്റു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം തിരിച്ചു പിടിച്ചു. കേരള കോൺഗ്രസിൻ്റെ ശക്തി ഉണ്ടായിട്ട് പോലും, മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് പോയിട്ട് പോലും, ലതികാ സുഭാഷിൻ്റെ ഒരു വിഭാഗം PC ചാക്കോയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് ഇടതുപക്ഷത്തേക്ക് പോയിട്ട് പോലും കോട്ടയം തിരിച്ചു പിടിച്ചു. എന്തേ ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ കഴിയാത്തത്?
ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം? അത് ആലോചിക്കാതെ അതിനെപ്പറ്റി ചിന്തിക്കാതെ ഉത്തരം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു നല്ലൊരു സെക്രട്ടറി ലിജു എന്ന് പറഞ്ഞ ആൾ ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റായിട്ടിരുന്നു. അന്ന് പലരും പ്രതീക്ഷിച്ചു ആലപ്പുഴയിൽ മാറ്റങ്ങളുണ്ടാകുന്നു. പക്ഷേ ലിജുവിനെ അനങ്ങാൻ സമ്മതിച്ചില്ല. അവിടെ പറയുന്ന ഊഹാപോഹം, ഇടത്തലങ്ങളിൽ പറയുന്നത് ഹരിപ്പാട് സേഫാക്കാൻ വേണ്ടിയുള്ള കളികൾ മുഴുവൻ അവിടെ കളിക്കും. അത്തരം കൊടുക്കൽ വാങ്ങലുകൾ നടക്കും. അപ്പം മറ്റ് ജില്ലകളിലെ മറ്റ് നിയോജകമണ്ഡലങ്ങളിലെ താല്പര്യങ്ങൾ അവിടെ ബലി കഴിക്കപ്പെടും. ഒരു കോട്ടയത്തിൽ കുറേ നാളുണ്ടായിരുന്നതാണ്. പാലാ പുതുപ്പള്ളി അച്ചുതണ്ടെന്ന് പറയും. പാലാ പുതുപ്പള്ളി കോട്ടയം അച്ചുതണ്ട്, ടി കെ രാമകൃഷ്ണൻ ഉണ്ടായിരുന്ന കാലത്ത്. അപ്പോൾ അങ്ങനെ ചില അച്ചുതണ്ടുകൾ കക്ഷികൾ തമ്മിൽ, പ്രതിപക്ഷങ്ങൾ തമ്മിൽ ചിലയിടങ്ങളിൽ രൂപപ്പെടും. അതും ആ ജില്ലകളിലെ സംഘടനാ സംവിധാനത്തെ മൊത്തം തകർക്കും. അത് പലയിടത്ത് കണ്ടിട്ടുണ്ട്. ഉദാഹരണങ്ങൾ നമുക്ക് പറയാനും പറ്റും. പക്ഷേ ഈ ആലപ്പുഴ ജില്ല തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, മോഡിയെ കാര്യമായി തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ ഇടപാടുകളിൽ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഇടപഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഉള്ള പിന്നീട് ഉണ്ടാകാൻ പോകുന്ന BJPയുടെ വളർച്ച CPM-ഉം കോൺഗ്രസും കൂടെ ഒരുമിച്ച് പിടിച്ചാൽ കിട്ടാത്തതായിരിക്കും. അത് ശശി തരൂരിനെ പോലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പറ്റണം. ഇത് പറ്റുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ തിരുവനന്തപുരത്തെ കുറേ നേതാക്കന്മാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സ്വസ്ഥമായിട്ട് KPCC ഓഫീസിൽ പോയി വല്ല വായനശാലയൊക്കെ തുടങ്ങി അവിടെ പ്രവർത്തകർക്ക് എന്തെങ്കിലും പഴയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ആവേശം കൊള്ളിക്കുക. ഒരു കാരണവശാലും മത്സര രംഗത്തേക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, പാർലമെൻ്ററി പാർട്ടിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഇവർ വരാതിരുന്നാൽ ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഫൈറ്റ് ബാക്കിന് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ കേവലം 10 സീറ്റ് ഉണ്ടായിരുന്ന 19 സീറ്റാക്കി ഉയർത്താൻ സാധിച്ചു എന്നുള്ള തിരുവനന്തപുരത്ത് 100 സീറ്റ് ഉയർത്തിയതിൻ്റെ ഫലം ചെയ്യും. അത് തീർച്ചയായിട്ടും അത്രയ്ക്ക് നിശ്ചേതനമായിരുന്ന ഒരു സംഘടനാ സംഘം അവിടെ ഉപയോഗപ്പെടുത്തി. ആ കഴിവ് ആലപ്പുഴയിൽ ആരെങ്കിലും കാണിച്ചേ മതിയാവും. ആരെങ്കിലും അവിടെ ആലപ്പുഴ കേന്ദ്രീകരിച്ച് നിന്ന്, മുതിർന്ന നേതാക്കൾ ആരെങ്കിലും കേന്ദ്രീകരിച്ച് നിന്ന് വില്യഭാവം കളയാതെ, ഞാൻ ഹൈക്കമാൻഡാണ്, ആ സ്ട്രക്ചർ കളയാതെ ആലപ്പുഴ കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിക്കാൻ വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും ആൻ്റണിക്കും വയലാറിക്കൊക്കെ പ്രായം കഴിഞ്ഞു. ഇനി അവർക്ക് അത്രയും പ്രവർത്തിക്കാൻ പറ്റില്ല. അവർക്ക് വലിയ വലിയ ഉപദേശങ്ങൾ തരാൻ പറ്റും. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും പറ്റില്ല. അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അതിന് തയ്യാറാക്കി ഒരൊറ്റ ജില്ലയാണ് കോൺഗ്രസിൻ്റെ മാതൃകയായിട്ട് പഠിക്കേണ്ട 2 ജില്ലയാണ്. ഒന്ന് ആലപ്പുഴയും ഒന്ന് കൊല്ലവും. പക്ഷേ ആലപ്പുഴ നേടിയത്, കൊല്ലത്ത് വലിയ ഭാവമുള്ള നേതാക്കന്മാരില്ലായിരുന്നു, ആരുമില്ലായിരുന്നു. വിശ്വനാഥ് പോലും അങ്ങോട്ട് കാര്യമായിട്ട് ചെന്നിട്ടില്ല. പിന്നുള്ളത് മഹേഷ് പോരാടി തെളിയിച്ചവനാ. ആരാണ് അവിടെ പിന്നെ പ്രേമേന്ദ്രനുണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴ ഇത്രയും നേതാക്കന്മാരാണ്, രമേശും വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിട്ട് പോലും, നാളെ മുഖ്യമന്ത്രി വരെ കേരളത്തിൻ്റെ ആകാൻ സാധ്യതയുള്ള നേതാക്കന്മാരുണ്ടായിട്ട് പോലും ആലപ്പുഴയിൽ നേട്ടമുണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ പരാജയമാണ്. കോൺഗ്രസിൻ്റെ മുഖത്തിന് ഇത്രയും തിളക്കമാർന്ന വിജയം പല സ്ഥലങ്ങളിൽ നേടിയപ്പോൾ പോലും കറുത്ത പൊട്ടായിട്ട് ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ പരാജയം കാണുക തന്നെ ചെയ്യും.